വാടാ പോടാ വിളികളുമായിട്ട് രണ്ട് പ്രമുഖരായ ആളുകൾ കേരളത്തിന്റെ നിരത്തിൽ ഇറങ്ങി നടത്തിയ ഈ കലാപരിപാടിയെ കേരളം അംഗീകരിക്കുകയില്ല. ഒരാളിന്റെ പേർ ഗവർണർ എന്നും മറ്റൊരാളിന്റെ പേർ പ്രതിപക്ഷ നേതാവും ആണ് എന്നുള്ളത് നമ്മുടെ ഒരു ദുരന്തം എന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി. എത്രയോ ദുരന്തങ്ങളെ നമ്മൾ നേരിട്ടതാണ്. 2018-ലും 19-ലും പിന്നെ കോവിഡും നിപ്പയും ഒക്കെ വന്നപ്പോഴും നമ്മൾ തളരാതെയും പതറാതെയും നിൽക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ കലാപങ്ങളും ഈ വാടാ പോടാ വിളികളും ഈ ഗോഗ്വാ വിളികളും ഒന്നും കേരളത്തെ അല്പം പോലും ബാധിക്കുകയില്ല. കാരണം കേരളത്തിൽ ഒരു ഇടതുപക്ഷമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആ ഇടതുപക്ഷത്തെ നയിക്കാൻ കേരളത്തിൽ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാരണം തന്നെയാണ്. ഞാൻ ഇനി സംസാരിക്കുന്നത് ശരിയല്ല. ഈ നിങ്ങളെല്ലാം ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത് ഒരാളുടെ വാക്ക് കേൾക്കാനാണ്. അത് ചിറയൻകീഴിൽ മാത്രമല്ല, മഞ്ചേശ്വരം മുതൽ ഞങ്ങളെല്ലാം കൂടെ നിന്ന് അനുഭവിക്കുന്ന ഒരു കാര്യം അതാണ്. കേരളം കാതോർത്തിരിക്കുന്നു ഒരാളിന്റെ വാക്കിന് വേണ്ടിയിട്ട്. കേരളം കാതോർത്തിരിക്കുന്നു ഒരാളിന്റെ നിലപാടറിയുന്നതിന് വേണ്ടിയിട്ട്. 2018 പ്രളയം തകർത്തെറിഞ്ഞ ഈ കേരളത്തെ പുനർനിർമ്മിച്ച ഈ കേരളത്തെ മറ്റൊരു കേരളമാക്കി മാറ്റിത്തീർത്ത ഒരു മുഖ്യമന്ത്രിയെ കൂടി ഈ കേരളത്തിൽ അതിന്റെ വിശദാവ് പിണറായി വിജയൻ എന്നാണ്. 19-ൽ സമാനതയേറെയില്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ ഈ കേരളത്തിൽ വല്ലാണ്ട് കുഴപ്പത്തിന്റെ ആഴക്കയങ്ങളിലേക്ക് ഒരു നാടിനെ എത്തിച്ചപ്പോൾ പതറാതെയും തളരാതെയും നിൽക്കാൻ നമ്മളോടൊപ്പം ഒരു ജനതയെ ചേർത്തും കോർത്തും നിർത്തിയ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ഇന്ത്യക്ക് ലോകത്തിന് മാതൃക എന്നത് അദ്ദേഹത്തെ കേൾക്കാനാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നതെന്ന് അറിയാം. കോവിഡിന്റെ കാലഘട്ടമെല്ലാം നമ്മൾ മറന്നിട്ടേയില്ല. ഈ വാക്കുകൾക്ക്, ആ നിലപാടുകൾക്ക് കേരളം കാതോർത്ത് നിൽക്കുന്നു. സഖാവ് പിണറായി വിജയന്റെ വാക്കുകൾക്കാണ് ആദരണീയനായ മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് 4 ദിവസം കൊണ്ട് വേദി മാറ്റി ഇവിടെ നടത്തുമ്പോൾ പോലും ഈ കേരളത്തിൽ ഉജ്ജ്വലമായ പരിപാടിയായിട്ട് രാവിലെ പത്രക്കാർ ചോദിച്ചു ആളുകൾ തന്നെ എങ്ങനെയായിരിക്കുമെന്നും. വേദി മാറ്റാൻ കോടതിയിലേക്ക് ഓടിപ്പോയവരുണ്ട്. പരിപാടിയുടെ ശോഭ കെടുത്താൻ കഴിയുമോ എന്നായിരുന്നു അവരെല്ലാം നോക്കിയത്. ഈ ജനം തീരുമാനിച്ചു വേദി എങ്ങോട്ടേക്കായാലും നവകേരള സദസ് എവിടെയായാലും ചിറയൻകീഴിന്റെ ഏത് മുക്കിനും മൂലയിലായാലും ആ നവകേരള സദസ്സിൽ പങ്കെടുക്കുമെന്ന നിശ്ചയദാർഢ്യം മാസങ്ങൾക്ക് മുമ്പേ മനസ്സിൽ കുറിച്ചിട്ട ആളുകളടുത്ത് ഇവർക്ക് ഒന്നിനെയും കാട്ടിയിട്ട് അവരെ പിന്തിരിപ്പിക്കാൻ പറ്റുകയില്ല. ഇതാണ് കേരളത്തിന്റെ നിലപാട്. നിങ്ങളെ ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.